കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടത്. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത് ആരാണ്? നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരന്തരം മാധ്യമ പ്രവർത്തകരടക്കം നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം ചോദിച്ചിട്ടും ഇന്ന് വരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം എത്തിയിട്ടും അതില് കോടതിക്ക് പോലും ഒരു കനിവ് തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആരോപണം ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് തങ്ങളുടെ അനുവാദമോ അല്ലെങ്കിൽ തങ്ങളുടെ സാന്നിധ്യമോ ഇല്ലാതെയായിരുന്നു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പിന്നീട് കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ കുടുംബത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറെ പേർ രംഗത്തെത്തുകയും നവീൻ ബാബുവിന്റെ സഹോദരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊക്കെ കുറെ പേർ രംഗത്തെത്തിയിരുന്നു. അത് കുടുംബത്തിന് വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കി. എന്തിനാണ് ചിലർ ഉടനെ നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്തെത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നു. ഈ CBI അന്വേഷണം വേണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞത് കേരള പോലീസിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിലോ അവർക്ക് വിശ്വാസമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. സഹാക്കന്മാർ തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയതുപോലെ ഈ കേസും തേച്ചുമാച്ച് കളയുമോ എന്നുള്ള ഭയമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ കാരണം. അതിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ ആളാണ് PP ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന സന്തോഷ് എന്ന് പറയുന്ന അന്തം കമ്മി. ഈ അന്തം കമ്മി PP ദിവ്യയുടെ ആരാധകനാണ്. PP ദിവ്യ ആരെന്ത് പറഞ്ഞാലും ഈ അന്തം കമ്മി അവരെ തെറിവിളിക്കാനും അവരെ മുച്ചൂട് നശിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കും. ആദ്യം നമുക്ക് ഈ കേസിലേക്ക് വന്നാൽ, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരൻ, അദ്ദേഹം ഓട്ടോറിക്ഷയുമായി പുറത്തിറങ്ങിയ സമയത്ത് ഈ സന്തോഷ് എന്ന് പറയുന്നയാൾ തോക്ക് ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തുന്നത്. ഇയാൾക്ക് വെടിയുതിർത്ത് കൊലപ്പെടുത്തുന്നത്. ഇയാളുടെ തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലൈസൻസ് ഉണ്ടെങ്കിലും നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുറ്റിയോ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതാണ് ഏറ്റവും ഒടുവിലായി നമ്മളെയൊക്കെ അമ്പരപ്പിച്ച കൊലപാതകം. ഈ തോക്ക് കൊണ്ട് വെടിയുതിർത്ത് കൊലപാതകം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പക്ക ക്രിമിനലുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ എന്ന് തന്നെ പറയണം. അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ രാധാകൃഷ്ണനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അയാൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളും എന്നത് ഉറപ്പ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കൊന്നതിന് ശേഷം രാധാകൃഷ്ണനെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം ഇട്ട പോസ്റ്റ്: നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. നിന്റെ കുത്തിക്കഴപ്പല്ലേ, എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല. ഇങ്ങനെയാണ് രാധാകൃഷ്ണനെ കൊന്നതിന് ശേഷം ഈ കൊടും ക്രിമിനൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. അതിനു മുൻപ് ഈ PP ദിവ്യ അനുകൂലിച്ചുകൊണ്ട് PP ദിവ്യയുടെ ആരാധകനാണ് എന്ന് പറയാനുള്ള കാരണം, ഈ PP ദിവ്യ അനുകൂലിച്ചുകൊണ്ട് സന്തോഷിട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു: ADMന്റെ യാത്രയപ്പ് വേളയിൽ PP ദിവ്യ പറഞ്ഞത്. അതിന് സന്തോഷിട്ടത്: തലൈവരെ ഇതൊക്കെ ഒരു റീസണാ, പോയി തൂങ്കടാ പൈത്യക്കാരാ. ഇങ്ങനെയാണ് ഒരു പോസ്റ്റ്. മറ്റൊന്ന്, ADMന്റെ മരണം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി PP ദിവ്യ എന്ന് പറയുമ്പോൾ ഈ സന്തോഷിട്ട പോസ്റ്റ്: വലിഞ്ഞു കയറി വിളിക്കാതെ വന്നു എന്ന് പറഞ്ഞ മാപ്ര പട്ടികൾ തന്നെ പറയുന്നു വിളിച്ചിട്ട് പോയെന്ന്. അതിനുശേഷം ഈ നവീൻ ബാബുവിന്റെ മകൾ ഒരു അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്തത് മകളാണ്, മൂത്ത മകളാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്തത്. ആ കർമ്മം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇയാളിട്ട പോസ്റ്റ് പ്രേക്ഷകർ കഴിയുമെങ്കിൽ, അന്തം കമ്മികളല്ലാത്ത പ്രേക്ഷകർ കഴിയുമെങ്കിൽ കയറി ഒന്ന് വായിച്ചു നോക്കണം. ഇത്രയും മോശമായ ഒരു പെൺകുട്ടിയെ ചിത്രീകരിച്ച ഈ സന്തോഷ് എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ, പക്കാ ഫ്രോഡിനെ ഈ ഏതെങ്കിലും അന്തം കമ്മികൾ ന്യായീകരിച്ചു കൊണ്ട് വരുന്നുണ്ട് എങ്കിൽ അവരും ഇവന്റെ പാത പിന്തുടരുന്നവരാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം PP ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്കറിയാം PP ദിവ്യ അനുകൂലിച്ചുകൊണ്ട് പ്രതികൂലിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ രംഗത്തെത്തിയിരുന്നു. എന്തിനാണ് PP ദിവ്യ ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പോയത്? വിളിച്ചിട്ടാണോ പോയത്, വിളിക്കാതെയാണോ പോയത്? പിന്നീട് അതിന് ഉത്തരം കിട്ടി, വിളിച്ചിട്ടല്ല പോയത്. രാവിലെ കളക്ടർ കണ്ടപ്പോൾ ADMന് യാത്രയപ്പുണ്ട്
എന്ന് പറഞ്ഞ് അതിലേക്ക് വലിഞ്ഞു കയറി വന്നതാണ് പി ദിവ്യ എന്നുള്ളത് പിന്നീട് മനസ്സിലായി. മാത്രമല്ല വളരെ മോശമായ വാക്കുകൾ കൊണ്ട്, അതായത് ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് അപമാനിച്ച് കൊലപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള വാക്കുകളാണ് പി ദിവ്യ ഉപയോഗിച്ചത്. ഈ കണ്ണൂർ കാണിച്ചതുപോലെ പത്തനംതിട്ടയിലും പോയി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിവിൽ ഡെത്ത് വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പി ദിവ്യ അന്ന് അവിടെ മാസ് പെർഫോമൻസ് കാണിച്ചത്. ആ മാസ് പെർഫോമൻസിൽ നഷ്ടമായത് 2 കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെയാണ്, അച്ഛനമ്മമാർക്ക് മകനെയാണ്, ഒരു സഹോദരന് കൂടപ്പുറപ്പിനെയാണ്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഒരു കുടുംബത്തിന് ഉണ്ടാക്കിയിട്ട് ഒരു കൂസലുമില്ലാതെ ഒളിച്ചു താമസിക്കുന്നു. പിന്നീട് പോലീസ് ഞാൻ ഇന്നിടത്തുണ്ട് എന്ന് പറയുന്നു, പോലീസ് അവിടെ വന്ന് പിടിക്കുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോലും ഇട്ടുകൊടുക്കാതെ പോലീസ് സുരക്ഷാ കവചം ഒരുക്കുന്നു, ദിവ്യയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇറങ്ങിയ ശേഷം ദിവ്യ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിൽ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്, നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്ന് തോന്നുന്നുണ്ട്. ലേശം ഉളുപ്പ് വേണ്ടേ പി ദിവ്യയെ? ഞങ്ങൾ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞ് ആരെയും നാവ് കൊണ്ട് തീർത്തിട്ടില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ആരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം കാണിക്കും എന്നതിനപ്പുറം ആരും ആരുടെയും ജീവൻ എടുക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ നൽകാനോ സംപ്രേഷണം ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പി ദിവ്യ എന്ന് പറയുന്ന എന്താ പറയുക, കമ്മികളുടെ വനിതാ സിംഗം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പി ദിവ്യ മനസ്സിലാക്കാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. ADM എന്ന് പറയുന്ന നവീൻ ബാബു ADM ആയിരുന്ന നവീൻ ബാബു, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ മന്ത്രിയായ റവന്യൂ മന്ത്രിയായ കെ രാജൻ വരെ സമ്മതിച്ച കാര്യമാണ്. മാത്രമല്ല AKG സെന്ററിൽ നിന്നാണ് കൈക്കൂലി ADM നവീൻ ബാബു വാങ്ങി എന്ന പരാതി എഴുതി നൽകിയത്. പ്രശാന്തൻ എന്ന് പറയുന്ന ആൾക്ക് എഴുതി നൽകിയത് AKG സെന്ററിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് പിന്നീട് പുറത്തു വന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നിരന്തരം വായിക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ ഈ രാധാകൃഷ്ണന്റെയും നവീൻ ബാബുവിന്റെയും മരണങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതായത് ഒരേ ആളിന്റെ ഒരിടത്ത് ഒരാളിന്റെ പ്രസൻസ് മറ്റൊരിടത്ത് ആ ആളിനെ ഒരിടത്ത് ഒരാളിന്റെ സാന്നിധ്യം, മറ്റൊരാളത്ത് ആ ആളിന്റെ തന്നെ ആരാധകൻ, ബന്ധമുണ്ടെങ്കിൽ പുറത്തു വരട്ടെ.